പോറ്റിയുടെ പുതിയ മൊഴി കൂടെ പുറത്തു വന്നിരുമ്പോൾ അതിൽ പറയുന്നത് ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിൽ വെച്ചാണെന്ന് പോറ്റി മൊഴി നൽകുകയാണ്. പോറ്റിക്കൊപ്പം 5 പേർ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. താൻ ചെറിയ കണ്ണി മാത്രമാണെന്നും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത് മറ്റുള്ളവരാണ് എന്നാണ് SITക്ക് പോറ്റി നൽകിയ മൊഴി. മാത്രമല്ല തനിക്ക് കാര്യമായ സാമ്പത്തിക നേട്ടമൊന്നും ഇടപാടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടെയുള്ള മൊഴി പോറ്റി നൽകിയിട്ടുണ്ട്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, അങ്ങനെ പോറ്റിയുടെ മൊഴികൾ കുറച്ച് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ താനൊരു ചെറിയ മീനാണ് എന്ന് പോറ്റി അവകാശപ്പെടുന്നു, മറ്റുള്ള ആളുകൾ കൂടി തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അന്വേഷണം അതൊരു പക്ഷേ ദേവസ്വം ബോർഡിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും ഒക്കെ നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള അന്വേഷണം എങ്ങനെയൊക്കെയാണെന്ന് പ്രതീക്ഷിക്കാം സിജോ? പോറ്റി ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോയത്. തന്നെ കുടിക്കുവരും പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നുള്ളത് സംബന്ധിച്ച പോറ്റി വിവരങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മണിക്കൂറുകളായി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ പോറ്റിയത് ആര് എന്നുള്ളതാണ്. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പോകുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഈ ഗൂഢാലോചന നടന്നിരിക്കുന്നത് ബംഗളൂരുവിൽ വെച്ചെന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. ഈ സംഘത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് കൽപേഷ്. അത് ഇയാളുടെ സുഹൃത്താണ്. കൽപേഷും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളൊരു കാര്യമാണ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താൻ ഇതിലൊരു ചെറിയ കണ്ണി മാത്രമാണ്, ഇതിൽ വലിയ ആളുകൾ പിന്നിലുണ്ട്, വമ്പൻ സ്രാവുകൾ ഉണ്ടെന്നുള്ളൊരു സൂചന ഈ മൊഴിയിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത്. 30-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതിന്റെ ഗൂഢാലോചന, അതിന്റെ ആസൂത്രണം, അതിന്റെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ വൈകാതെ തന്നെ അന്വേഷണ സംഘം എത്തിച്ചേരുമെന്നുള്ളതാണ് ലഭ്യമാകുന്നത്. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഇനി അടുത്ത ഘട്ടമുള്ള നടപടി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അതിലേക്ക് വൈകാതെ തന്നെ പോകും. അതോടൊപ്പം തന്നെയായിരിക്കും ഈ കേസിലെ മറ്റ് പ്രതികളായ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോവുക. മുരാരി ബാബുവിനൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഈ 9 ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അക്കമിട്ട് നിർത്തിയിരുന്നു. ഇതിൽ ആരൊക്കെയാണ്, ഏത് തരത്തിലാണ് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തതെന്നുള്ള വിശദമായി അന്വേഷിക്കേണ്ടി വരും. താൻ ഒരു ചെറിയ മീൻ മാത്രമാണ്, വലിയ മീനുകൾ വേറെയുണ്ട് എന്ന് പോറ്റി പറയുമ്പോൾ സ്വാഭാവികമായും ആരാണ് ആ വലിയ മീനുകൾ എന്ന് പോറ്റി പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെ പോറ്റി പറഞ്ഞിട്ടുണ്ടോ? പറയാൻ സാധ്യതയുണ്ടോ? പോറ്റി ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെയാണ് 5 പേരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. 5 പേരുടെ പേര് വിവരങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് ആരൊക്കെയാണെന്നുള്ള വിശദാംശങ്ങളാണ് ലഭ്യമാവേണ്ടത്. നമുക്കറിയാം ഈ കേസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഇതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാന കാര്യം കൂടിയാണ്. നമുക്ക് മറ്റ് അന്വേഷണം പോലെയല്ല. ഇതിൽ നിന്ന് അത് വളരെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് ആദ്യം തന്നെ പ്രേക്ഷകർ ഉൾപ്പെടെ മനസ്സിലാക്കണം. കാരണം അത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഈ കേസിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നിർണായകമായ പല വിവരങ്ങളും നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ എത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. 5 പേരെ എന്തായാലും സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച വ്യക്തത ഇതുവരെയില്ല. അതെന്തായാലും വളരെ വൈകാതെ തന്നെ ലഭ്യമാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും പോറ്റിയുടെ ഇന്നലെ പ്രതികരണത്തിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. കാരണം പോറ്റി എന്നെ മാത്രം കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പുറത്തു നിൽക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളും പെടും എന്നുള്ള ഒരു കൃത്യമായ ഒരു മെസ്സേജ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്, മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി കാത്തിരുന്ന് കാണേണ്ടത് ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. ഇത്രയും ദിവസം നമ്മൾ കേട്ട പേരുകൾ മാത്രമല്ല, ഇനിയും കുറെ ആളുകൾ കൂടി ഇതിൽ നിന്ന് വരും എന്നുള്ള കാര്യം. അത് തന്നെയാണ് ഇപ്പോൾ കേട്ടിരിക്കുന്ന പേരുകൾക്ക് അപ്പുറത്തേക്ക് പുതിയ പേരുകൾ കൂടെ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ പോറ്റി പറയുന്നത് വെറും 2 കിലോ സ്വർണ്ണത്തിന് എന്നാ കിട്ടാനാണെന്ന്. ഇതൊന്നും പോരെന്നാ പറയുന്നത്. അന്നാണെങ്കിൽ അത്ര വില ഉണ്ടായിരുന്നില്ല എന്നാണ് പോറ്റി പറയുന്നത്.